الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിഅയിൽ നമ്മോട് ചോദിക്കുകയാണ്, അഫറഅയ്തും മാ തഹ്റുസൂന അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങൾ വിത്തിട്ട് വെള്ളം കുടിപ്പിച്ച ആ ഭൂമിയിൽ നിങ്ങൾ വിത്ത് ഇട്ടത്, ആ കൃഷികൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണോ ഞാനാണോ എന്ന്. അതായത് ഹബീബായ മുത്തുനബിയോട് പറയുന്നു, ലാ യഖൂലന്ന അഹദുക്കും സറഅതു വൽ യഖുൽ ഹറസ്തു ഫഇന്ന സാരിഅ ഹുവല്ലാഹ്. കൃഷി ഉണ്ടാക്കിയത് ഞാനാണെന്ന് പറയാൻ പാടില്ല. പിന്നെ ആ വിത്ത് ഇട്ടതും ആ മണ്ണിതാക്കിയതും വെള്ളം കുടിപ്പിച്ചത്, അതിലേക്ക് ഹറസ്തു അറബിൽ ഞാൻ എന്താക്കി, വിത്ത് ഇട്ടു, വിത്ത് ഇറക്കി എന്ന് പറയാന്നല്ലാതെ കൃഷി ഉണ്ടാക്കിയവൻ ഞാനാണെന്ന് പറയാൻ പാടില്ല. പിന്നെയോ വലാ യഖൂലന്ന അഹദുക്കും സറഅതു, ഞാനാണ് കൃഷിയാക്കിയതെന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളും പറയരുത്. വൽ യഖുൽ, അവൻ പറയട്ടെ, ഹറസ്തു, ഞാൻ വിത്ത് ഇട്ടിട്ടുണ്ട്, അതിന് വേണ്ടി മണ്ണിതാക്കിയിട്ടുണ്ട്, വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഫഇന്ന സാരിഅ, കൃഷി ഉണ്ടാക്കുന്നവൻ യഥാർത്ഥത്തിൽ ഹുവല്ലാഹു, അല്ലാഹുവാണ്. അതിനെ മുളപ്പിച്ചിട്ട് അതിലേക്ക് പഴം ഉണ്ടാക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് സറഅതു എന്ന് പറയരുത്, ഹറസ്തു എന്ന് പറയണം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഞാനാണ് കൃഷി ഉണ്ടാക്കുന്നവൻ, ഞാനാണ് നിങ്ങൾക്ക് കൃഷി തരുന്നവൻ. ലൗ നശാഉ, ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. നമുക്ക് ചിന്തിക്കാനാണ്. ലൗ നശാഉ, ഞങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലജഅൽനാഹു, നിങ്ങൾ ആ വിത്ത് ഇട്ട് വെള്ളം കുടിപ്പിച്ച ആ കൃഷിയെ എനിക്ക് ചെയ്യാൻ കഴിയും. ഹുത്താമ, ഉണക്കി കരിച്ച് കളയാൻ കഴിയും. അതിലേക്ക് ഫലം വരാതെ ആ തൈകളെ കംപ്ലീറ്റ് ഉണക്കിയിട്ട് കരിച്ചിട്ട് കളയാൻ എനിക്ക് സാധിക്കും, ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു പക്ഷേ ഞാൻ നിങ്ങൾ ഇറക്കിയ ആ കൃഷിയെ ഞാൻ ഉണക്കി കരിച്ചു കളഞ്ഞാൽ, ഫളൽതും തഫക്കഹൂൻ, ആ സമയത്ത് നിങ്ങൾ ഖേദിച്ചു പോകും, നിങ്ങൾ പരസ്പരം പറഞ്ഞു പോകും. പരസ്പരം കൃഷി ഉണ്ടാക്കുന്ന ആ വെള്ളമിറക്കി വിത്തിടുന്ന ആളുകളുമായി നിങ്ങൾ പറയാൻ തുടങ്ങും, ഇക്കൊല്ലത്തെ കൃഷിയിൽ, ഇക്കൊല്ലത്തെ നെല്ല് ഇന്നാലമുറമൂൻ, ഇക്കൊല്ലം കൃഷി ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾ പരിപൂർണമായി കടക്കാറായി പോയി. ഒരുപക്ഷെ അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഇടുന്ന ആ കൃഷികളെ കംപ്ലീറ്റ് ഞാൻ കരിച്ച് കളയുകയാണെങ്കിൽ, ഫളൽതും തഫക്കഹൂൻ ഇന്നാലമുറമൂൻ, നിങ്ങൾ പരസ്പരം നഷ്ടക്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇക്കൊല്ലത്തെ കൃഷിയിൽ ഒന്നും ഉണ്ടായില്ല, പരിപൂർണമായിട്ട് നഷ്ടമായി പോയി. മാത്രമല്ല, ഇന്നാലമുറമൂൻ, ഞങ്ങൾ കടക്കാറായി പോയി. ബൽ, എന്ന് വേണ്ട, നഹ്നു മഹ്റൂമൂൻ, ഇട്ട മുതൽ പോലും കിട്ടാതായി പോയി, നഷ്ടക്കച്ചവടായി പോയി. ഞങ്ങൾ അതിന് വേണ്ടി മുടക്കിയ മുതലുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, അതുപോലും കിട്ടാണ്ടായി പോയി. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. പിന്നെയും അല്ലാഹു തആല ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂന, നിങ്ങൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, നിങ്ങൾ കുടിക്കാൻ, നിങ്ങൾക്ക് നല്ല വെള്ളമാണ്, ഉപ്പ് വെള്ളമല്ല, കുടിക്കാൻ പറ്റിയ വെള്ളമാണ് നിങ്ങൾക്ക് തരുന്നത്. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, ആ വെള്ളത്തെ മേഘത്തിൽ ഇറക്കുന്ന നിങ്ങളാണോ, മഴ വർഷിപ്പിക്കും നിങ്ങളാണോ? അല്ലാഹു തആല ചോദിക്കുന്നു, അം നഹ്നുൽ മുൻസിലൂൻ, അല്ല ഞാനാണോ? നിങ്ങൾക്ക് കുടിക്കാൻ നല്ല വെള്ളം, നല്ല തണ്ണി കിട്ടുന്നുണ്ട്. ആ വെള്ളം എവിടുന്നാണ്? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, മേഘത്തിൽ ഇറക്കുന്ന നിങ്ങളാണോ? അല്ല, അം നഹ്നുൽ മുൻസിലൂൻ, ഞങ്ങളാണോ ആ വെള്ളം ഇറക്കുന്നത്? ലൗ നശാഉ,
ജഅൽനാഹു ഉജാജാ. ഒരു പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വെള്ളത്തെ മുഴുവനും ഉപ്പു വെള്ളമായി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നീ എന്ത് മനസ്സിലാക്കി? ഖുർആൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുടിക്കാനും കുളിക്കാനും എല്ലാത്തിനും വെള്ളം കിട്ടുന്നുണ്ട്. ആ വെള്ളം നിങ്ങളാണോ ഇറക്കിയത്? അല്ല, ഞാനാണോ? ലൗ നശാഉ ജഅൽനാഹു, ഞങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ജഅൽനാഹു, ആ വെള്ളത്തെ ഞങ്ങൾ ആക്കുമായിരുന്നു ഉജാജാ, ഉപ്പു വെള്ളമാക്കാമായിരുന്നു. അങ്ങനെ ഉപ്പു വെള്ളമാക്കിയാൽ നിങ്ങൾക്ക് കുടിക്കാൻ സാധ്യമല്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുന്നു, ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ എന്തേ നന്ദി ചെയ്യുന്നില്ല? നിങ്ങൾ എന്തേ ശുക്ർ ചെയ്യുന്നില്ല? ആ റബ്ബ് ഇത്രയും നിഅമത്ത് നിങ്ങൾക്ക് തന്നിട്ട് എന്തേ റബ്ബിനിക്ക് നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നു? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നില്ല എന്തേ? അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുന്നില്ല എന്തേ? നിങ്ങളെ ഇവിടെ ഒരുപാട് പാഠങ്ങൾ പറയാനുണ്ട്. ചെറിയ സമയമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അല്ലാഹു ചോദിക്കുന്നു, ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ എന്തേ ശുക്ർ ചെയ്യുന്നില്ല? ഇന്ന് ആർക്ക് ശുക്റുണ്ട്? ശരിക്കും ഒരു ഭക്ഷണത്തിന്റെ മുമ്പിലെത്തിയാൽ ഒരു ബിസ്മി പോലും പറയാൻ ഞങ്ങൾ മറന്നു പോകുന്നു. അവിടേക്ക് എത്തിപ്പോയി. ശരിക്കും ഒരു ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ മറന്നു പോകുന്ന കാലം. ഇന്ന് ഭക്ഷണത്തിന് മുമ്പിലും ഞങ്ങൾ അനാവശ്യമായ സംസാരിച്ച് ആ ഭക്ഷണത്തിനെ കുറിച്ച് ആക്ഷേപങ്ങളും ഐബുകളും പറഞ്ഞു നടക്കുന്ന കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഫലൗലാ തഷ്കുറൂൻ, അല്ലാഹു തആല ചെയ്ത നിഅമത്തിനിക്ക് നിങ്ങൾ എന്തേ ശുക്ർ ചെയ്യുന്നില്ല? എന്തേ അല്ലാഹുവിനെ മറന്നു പോകുന്നത്? മുഅ്മിനീങ്ങളെ, ഭക്ഷണം എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇന്ന് എത്രയാ ഭക്ഷണം ഇസ്രാഫായി പോകുന്നത്. ഓരോ മയ്യിത്തിലും ഓരോ വിരുന്നിലും സുബ്ഹാനല്ലാഹ്, ഞങ്ങളെപ്പോലെ മുസ്ലിമീങ്ങളെപ്പോലെ ഇസ്രാഫാക്കുന്ന ഒരു കൂട്ടം ഇന്ന് ലോകത്ത് ഇല്ല. ഏറ്റവും കൂടുതൽ ഇസ്രാഫാക്കും ഞങ്ങളാണ്. ഏറ്റവും കൂടുതൽ പള്ള നിറയെ ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ ഐബുകൾ പറഞ്ഞു നടക്കുന്നത് ഞങ്ങളാണ്. അല്ലാഹു തആല ചോദിക്കുന്നു, ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ എന്തേ ശുക്ർ ചെയ്യുന്നില്ല? ഭക്ഷണം എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബാക്കളെയും ഒരു ഹദീസ് ഓർമ്മ വരുന്നു. ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ذات يوم أو ليلة, അല്ലാഹുവിന്റെ റസൂല് ഒന്നിരിക്കലും ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പകല് സ്വന്തം വീട്ടിൽ പുറത്തു വരികയാണ്. വീട്ടിൽ നിൽക്കാൻ കഴിയാതെ പുറത്ത് റോട്ടിലേക്ക് വഴിയിലേക്ക് വരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പ്രയാസപ്പെട്ട് ആ റോട്ടിൽ കൂടി വരുമ്പോൾ ഫൈദൻ ഹുവ ബി അബീ ബക്കർ, സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കാണുന്നുണ്ട്. കുറച്ചമ്മപ്പുറം നോക്കുമ്പോൾ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സാഅ, ഈ നട്ടുച്ച സമയം അല്ലെങ്കിൽ ഈ പാതിരാത്രി നിങ്ങളെ പുറന്നിട്ട് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന വസ്തു എന്താണ്? എന്തിനാണ് ഈ ജാവുക നിങ്ങൾ പുറത്തു വന്നോ? അല്ലെങ്കിൽ ഈ നട്ടുച്ചക്ക് എന്തിനാണ് പുറത്തു വന്നത്? അപ്പോഴാണ് ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അൽ ജൂഉ യാ റസൂലല്ലാഹ്, തിന്നാനില്ലാതെ ഭക്ഷണമില്ലാതെ ബെസന്ന് പുരയിൽ നിൽക്കാൻ കഴിയാതെയാണ് പുറത്തു വന്നത്. വിശപ്പടക്കാനുള്ള ഭക്ഷണമോ കാരൊക്കെ ഒന്നും ഇല്ലാതെ വീട്ടിലിട്ട് പുറത്തു വന്നതാണ്. അപ്പോഴാണ് ഹബീബായ മുത്തുനബി പറയുന്നത്, വന വല്ലദീ നഫ്സീ ബിയദിഹി ലഖ്റജനി അല്ലദീ അഖ്റജകുമാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ നഫ്സ് ആരെ അധികാരത്തിലാണോ ഉള്ളത് ആ റബ്ബിനെ തന്നെയാണ് സത്യം. നിങ്ങളെ രണ്ടാളെയും പുറപ്പെടുവിച്ച വസ്തു എന്താണ്? നിങ്ങൾ വിശന്ന് നിൽക്കാനും ഇരിക്കാനും കഴിയാതില്ലേ വീട്ടിൽ പുറത്തു വന്നത്? അത് തന്നെയാണ് എന്നെയും ഈ നട്ടുച്ചക്ക് അല്ലെങ്കിൽ പാതിരാത്രി വീട്ടിന് പുറത്തു കൊണ്ടുവരാനുള്ള കാരണം. നോക്കൂ സ്വഹാബാക്കൾക്കുള്ള ചരിത്രം, സയ്യിദുനാ മുത്തുനബിന്റെ ചരിത്രം. ആ ഹബീബായ മുത്തുനബി ഒരു നേരത്തെ ഭക്ഷണം വേണ്ട, വിശപ്പടക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലാതെ
റോട്ടിലേക്ക് വഴിയിലേക്ക് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ സ്വഹാബാക്കളുടെയും മുത്തുനബിന്റെയും ചരിത്രം എന്താണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖൂമൂ ഫഖാമൂ മഅഹു ഫതാ റജുലൻ മിനൽ അൻസാർ. ഇൻഷാ അല്ലാഹ് ഹദീസിന്റെ പൂർത്തി ആളാക്കാം. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ ധാരാളം ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. എത്രയോ 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 നിഅമത്തുകൾ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് റബ്ബേ. അതിനൊന്നും ശുക്ർ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റഹ്മാനെ. നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് മഗ്ഫിറത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ ഹലാലായ ഉദ്ദേശം നീ പൂർത്തിയാക്കണം അല്ലാ. ജീവിക്കുന്ന കാലം ഇസ്സത്തിലും റാഹത്തിലും സലാമത്തിലാക്കണം റഹ്മാനെ. ആരെ മുമ്പിലും കൈ കാണിക്കാത്ത നല്ലൊരു ഇസ്സത്തുള്ള ജീവിതം തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ തഖ്വയോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല